ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. പലരും എന്നോട് പലപ്പോഴായി ചോദിച്ചിട്ടുള്ളൊരു സംശയമാണ്, ഡോക്ടർ യൂട്യൂബിലൂടെ പലതരത്തിലുള്ള ഡയറ്റ് പ്ലാനുകൾ വിശദീകരിച്ചിട്ടുണ്ട്, നമുക്ക് ഗുണകരവുമായിട്ടുണ്ട്. എന്നാൽ താങ്കൾ ഒരു ദിവസം എന്തെല്ലാം ഭക്ഷണം കഴിക്കും? ശരിയായിട്ട് ഡോക്ടർ ആരോഗ്യകരമായിട്ടാണോ കഴിക്കുന്നത്? അതേ ഉപദേശം മാത്രമേ ഉള്ളൂ? ഇത് എന്നോട് പലപ്പോഴും പലരും ചോദിച്ചിട്ടുള്ളൊരു സംശയമാണ്. അതുകൊണ്ട് എൻ്റെ ഒരു ദിവസത്തെ ആഹാര രീതികൾ, ഡയറ്റ് പ്ലാൻ എന്താണ് എന്ന് ഞാൻ വിശദീകരിക്കാം. എൻ്റെ ഒരു ജീവിത രീതി എന്ന് പറയുന്നത്, ഞാൻ ഡെഫിനറ്റ്ലി ഒരു ഹോമിയോപ്പതിക് ഡോക്ടറാണ്. എൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് രാവിലെയും വൈകുന്നേരവും ക്ലിനിക്കും, അതിൻ്റെ ഇടയിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഓട്ടം, ശാരീരിക അധ്വാനമുള്ള ഒരു പണിയും ചെയ്യേണ്ട ഒരു രീതിയല്ല എൻ്റെത്. അതുകൊണ്ട് തന്നെ ഞാൻ അതനുസരിച്ചാണ് എൻ്റെ ഒരു ഫുഡ് സ്റ്റൈൽ, എൻ്റെ ഒരു ഭക്ഷണ രീതി ഞാൻ മോഡിഫൈ ചെയ്തിട്ടുള്ളത്. ഞാൻ പഠിച്ചിട്ട് എറണാകുളത്താണ് ഞാൻ പഠിച്ചത്. അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന സമയത്ത് ഏകദേശം 62 കിലോ ആയിരുന്നു എൻ്റെ ശരീരഭാരം. എൻ്റെ ഉയരത്തിനനുസരിച്ച് എനിക്ക് 65 കിലോ വരെ ആവറേജ് ആകാം. ഞാൻ വിവാഹം വരെ ഏകദേശം 10-28 വയസ്സ് വരെ എൻ്റെ ശരീരഭാരം എന്ന് പറയുന്നത് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നപ്പോൾ ഒരു 65 കിലോ 66 കിലോയിലേക്ക് വന്നു. ഒരു 66 തന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി. വിവാഹം കഴിഞ്ഞതോടുകൂടി ഏതൊരു മലയാളിക്കും സംഭവിക്കുന്നത് പോലെ തന്നെ എൻ്റെയും ശരീരഭാരം കൂടാൻ തുടങ്ങി. വിവാഹശേഷമുള്ള പല ഇനം സൽക്കാരങ്ങൾ, വിരുന്നുകൾ, പുതിയ തരം പല ഭക്ഷണ രീതികളുടെ പരീക്ഷണം, ഡെഫിനറ്റ്ലി എൻ്റെയും ശരീരഭാരം കൂടി. ഏകദേശം ഒരു 2012 എൻ്റെ ഒരു ചിത്രം ഞാനിവിടെ കാണിക്കുന്നു. എനിക്ക് ഈ സമയത്ത് 78 കിലോ വരെ, അതായത് ഒറ്റയടിക്ക് 12-13 കിലോ വരെ എൻ്റെ ശരീരഭാരം കൂടുകയുണ്ടായി. അവിടെ നിന്ന് ഒരു 2014-15 കാലഘട്ടം മുതൽ ഞാൻ ഗ്രാജ്വലി എൻ്റെ ശരീരഭാരം കുറയ്ക്കാനുള്ള ശ്രമം തുടങ്ങി. മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽ പ്രമേഹ രോഗം വളരെ കഠിനമായിട്ട് തന്നെയുണ്ട്. എൻ്റെ അച്ഛന്, എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ, എൻ്റെ അച്ഛൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്റ്റോർ കീപ്പറായിട്ടാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ അദ്ദേഹം പ്രമേഹ രോഗത്തിന് ഇൻസുലിൻ എടുക്കുന്ന ആളായിരുന്നു. അമ്മയുടെ കുടുംബത്തിൽ അമ്മയ്ക്കൊഴികെ ബാക്കി എല്ലാവർക്കും നല്ല രീതിക്കുള്ള പ്രമേഹ രോഗമുണ്ട്. അമ്മയ്ക്ക് ഈ ഇടെയാണ് ക്രമേണ പ്രമേഹ രോഗം ഉയർന്നു തുടങ്ങിയത്. അതായത് അച്ഛൻ്റെ കുടുംബത്തിലും അമ്മയുടെ കുടുംബത്തിലും നല്ല രീതിക്ക് പ്രമേഹത്തിൻ്റെ, ഡയബറ്റീസിൻ്റെ ഹിസ്റ്ററി ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് പിടിപെടാനുള്ള സാധ്യത 90%. എനിക്ക് 78 കിലോ ആയപ്പോൾ തന്നെ ഞാനിതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞ് ഗ്രാജ്വലി എൻ്റെ ആഹാരക്രമത്തിലും മാറ്റം വരുത്തി, വ്യായാമത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതുകൊണ്ട് കഴിഞ്ഞ ഒരു 2-3 വർഷം കൊണ്ട് എൻ്റെ ശരീരഭാരം 78 നിന്നും ക്രമേണ കുറഞ്ഞ് 68 വരെ എത്തി. കഴിഞ്ഞ വർഷം ലോക്ക്ഡൗൺ ആയ സമയത്ത് വീട്ടിലിരുന്നു, കാര്യമായിട്ടുള്ള വ്യായാമങ്ങളില്ല, ഭക്ഷണവും തുറന്നതോടുകൂടി ഈ 68 നിന്നും വീണ്ടും എൻ്റെ ശരീരഭാരം 74-75 കിലോയിലേക്ക് വന്നു. ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞ വർഷത്തെ 2020 ലോക്ക്ഡൗണിന് ശേഷം വീണ്ടും ഞാൻ എൻ്റെ ശരീരഭാരം കുറച്ച് ഇപ്പോൾ 67 എൻ്റെ ഉയരത്തിനനുസരിച്ച് എനിക്ക് 65 കിലോ മതി എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. അതിനുവേണ്ടി ഞാനിപ്പോൾ ദിവസവും വ്യായാമവും ചെയ്യുന്നുണ്ട്, എൻ്റെ ഭക്ഷണക്രമത്തിൽ മാറ്റവുമുണ്ട്. ഞാൻ എൻ്റെ ശരീരഭാരം കുറയ്ക്കുന്നത് കഠിനമായിട്ടുള്ള ഒരു ഡയറ്റിങ്ങിലൂടെയല്ല, മിതമായിട്ടുള്ള വ്യായാമവും മിതമായിട്ടുള്ള ഭക്ഷണത്തിലൂടെയുമാണ് ഞാൻ എൻ്റെ ആരോഗ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഷുഗറിൻ്റെ ലെവല്, അതേപോലെ കൊളസ്ട്രോളിൻ്റെ അളവ്, തൈറോയിഡിൻ്റെ അളവ്, അതേപോലെ ലിവറിൻ്റെ, കരളിൻ്റെ ഫംഗ്ഷൻ എല്ലാം അത്യാവശ്യം നോർമൽ ലെവലിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എൻ്റെ ഒരു ദിവസത്തെ ഭക്ഷണക്രമം ഞാൻ വിശദീകരിക്കാം. സാധാരണ ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം ഇഡ്ഡലിയും ദോശയും പുട്ടും അപ്പം, പ്രത്യേകിച്ച് വെള്ളയപ്പമല്ല, എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ ഇവയൊന്നും ഞാനിപ്പോൾ കഴിക്കാറില്ല. രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ, രാവിലെ എനിക്ക് 7:30 ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഞാനിപ്പോൾ ഉണർന്ന് ഒരു 10 മിനിറ്റിനകത്ത് ഒരു കടും കാപ്പി, ഒരു കട്ടൻ കാപ്പി മാത്രമാണ് കുടിക്കുന്നത്. കട്ടൻ കാപ്പി എന്ന് പറഞ്ഞാൽ അധികം ചൂടോ അധികം കടുപ്പമോ ഉണ്ടാകാറില്ല, അധികം പഞ്ചസാരയും ചേർക്കത്തില്ല. സാധാരണ ഞാൻ തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും കടയിൽ നിന്നും പൊടിപ്പിച്ച് മേടിക്കുന്ന കാപ്പിപ്പൊടിയാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം എനിക്ക് വയനാട് നിന്നും അവരുടെ തോട്ടത്തിൽ തന്നെയുള്ള ഒരു കാപ്പിപ്പൊടി, അവർ അത്യാവശ്യം അതിനകത്ത് അല്പം ചുക്ക്, അല്പം ജീരകം എല്ലാം ചേർത്ത് നല്ല ഫ്ലേവറാണ്, അത് അവർ കൊണ്ടുതന്നു. അതാണ് ഞാനിപ്പോൾ രാവിലെ അത് ഒരു നേരം കുടിക്കും. രാവിലെ ഒരു നേരം മാത്രമേ ഞാൻ ഈ ഒരു കട്ടൻ കാപ്പി കുടിക്കാറുള്ളൂ. പാല് ചേർത്തിട്ടുള്ള ഫുഡുകൾ ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് തന്നെ കഴിക്കാറില്ല. രാവിലെ കട്ടൻ കാപ്പിയോടൊപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് 7:30 ക്ലിനിക്ക് തുടങ്ങും. അതിന് മുൻപ് തന്നെ ഞാൻ രാവിലെ ഒരു 5 മുട്ടയുടെ വെള്ള, മഞ്ഞ കഴിക്കാറില്ല, വെള്ള മാത്രം 5 മുട്ടയുടെ വെള്ള പുഴുങ്ങിയതും, അതോടൊപ്പം ഒരു 2 ഏത്തപ്പഴം, വലിയ സൈസല്ല മീഡിയം സൈസിലുള്ള നാടൻ ഏത്തപ്പഴം നല്ല പഴുത്തത് 2 പുഴുങ്ങി മുറിച്ചത് ഞാൻ ഇത് കഴിക്കും. ഇതാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് കഴിച്ചിട്ടാണ് ഞാൻ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിനിക്കിൻ്റെ ഇടയ്ക്ക് ഒരു 9-9:30 സമയത്ത് ഒരു ചെറിയ ബൗള് പുഴുങ്ങിയ കടലയോ പയറോ കടുക് വറുത്തത് ഞാൻ ഒരു ചെറിയ ബൗള് കഴിക്കും. ഇതോടൊപ്പം രാവിലെ 7:30
10 മണിക്കും ഇടയ്ക്ക് ഞാൻ 1 ലിറ്റർ വെള്ളം, ക്ലിനിക്കിൻ്റെ ഇടയ്ക്ക് 1 ലിറ്റർ വെള്ളം രാവിലെ കുടിച്ചു തീർക്കും. രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഇതാണ്. ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നുന്നുണ്ടാവാം, രാവിലെ ഈ മുട്ടയുടെ വെള്ളയും 2 പുഴുങ്ങിയ പഴവും അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് ഒരു ചെറിയ ബൗള് കടലയോ പയറോ കഴിച്ചു കഴിഞ്ഞാൽ വിശക്കത്തില്ല, എങ്ങനെ പിടിച്ചിരിക്കുമെന്ന് പലരും വിചാരിക്കുന്നുണ്ടാവും. എന്നാൽ തോന്നലാണ്. ഞാനീ പറഞ്ഞതിനകത്ത് മുട്ടയുടെ വെള്ള എന്ന് പറഞ്ഞത് അത്യാവശ്യം നല്ല അളവിലുള്ള പ്രോട്ടീനാണ്. നമുക്ക് ഒരു മുട്ടയുടെ വെള്ളയ്ക്കകത്ത് നിന്ന് ഏകദേശം 2.8 മുതൽ 3 ഗ്രാം വരെ പ്രോട്ടീൻ കിട്ടും. 5 മുട്ടയുടെ വെള്ള എന്ന് പറയുമ്പോൾ ഏകദേശം 14 മുതൽ 15 ഗ്രാം വരെ പ്രോട്ടീൻ ഉണ്ട്. ഇതോടൊപ്പം 2 പഴം പുഴുങ്ങിയെന്ന് പറയുന്നത് ഏകദേശം 120 മുതൽ 130 കാലറി ഊർജ്ജമാണ്. നമുക്ക് രാവിലത്തേക്ക് ഇത് ഇനഫാണ്. ഇതോടൊപ്പം ഒരു 9 മണിക്ക് നമുക്കൊരല്പം പയറോ കടലയോ പുഴുങ്ങിയതൂടെ കഴിച്ചു കഴിഞ്ഞാൽ സേഫാണ്. നമുക്ക് പിന്നെ വലിയ വിശപ്പുണ്ടാകത്തില്ല. രാവിലെ 10-നും ഉച്ചയ്ക്ക് 12 മണിക്കും ഇടയ്ക്ക് വിശന്നാൽ മാത്രം 2-3 ബദാം കുതിർത്തത് കഴിക്കും. അതല്ലാതെ വലിയ ഫുഡില്ല, വെള്ളം മാത്രം ഇടയ്ക്ക് കുടിക്കും. അതിനുശേഷം ഒരു 12:30 ആകുമ്പോൾ ഞാൻ സാധാരണ ചോറ് കഴിക്കും. ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമാണ് ഞാൻ അരി ആഹാരം കഴിക്കുന്നത്. അരി ആഹാരം എന്ന് പറയുന്നത് വെള്ള അരിയല്ല, ഞാൻ ഉപയോഗിക്കുന്നത് കുത്തരിയാണ്. തവിടുള്ള ചുവപ്പ് കളറിലുള്ള റെഡ് റൈസ് എന്ന് പറയുന്ന അരിയാണ്. ഇത് നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് നാട്ടിലെ ഓർഗാനിക് ഷോപ്പുകളിൽ ഇത് കിട്ടും. അതല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഈ ഹോൾസെയിലുള്ള പലവ്യഞ്ജന ഷോപ്പുകളിൽ കിട്ടും. വലിയ വിലയൊന്നുമില്ല. 1 കിലോയ്ക്ക് ഏകദേശം 40-45 രൂപ മാത്രമാണുള്ളത്. ഈ കുത്തരിയാണ്. കുത്തരി നമ്മൾ സാധാരണ പാകം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കഞ്ഞിവെള്ളത്തിന് ബ്ലഡിൻ്റെ, രക്തത്തിൻ്റെ കളറിൽ കടും ചുവപ്പ് നിറമായിരിക്കും. ഈ ചോറാണ് ഞാൻ ഒരു പിടി ഉച്ചയ്ക്ക് കഴിക്കും. സാധാരണ വെള്ളയരി കഴിച്ച് ശീലിച്ച ആൾക്കാർക്ക് ഈ കുത്തരി കഴിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമാണ് ഈ അരി കഴിക്കുന്നത്. വൈഫ് ചിലപ്പോൾ കഴിക്കും, അമ്മയും ഇടയ്ക്ക് കഴിക്കും. കാരണം ഈ അരിയുടെ പ്രത്യേകത ഉയർന്ന അളവിൽ തവിട് അടങ്ങിയിട്ടുണ്ട്. ഇതിന് ഗ്ലൈസേമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ കുറച്ച് കഴിച്ചാൽ തന്നെ വയറ് പെട്ടെന്ന് നിറയുന്ന ഒരു ഫീൽ ഉണ്ടാവും. രക്തത്തിൽ വളരെ പെട്ടെന്ന് കാർബോഹൈഡ്രേറ്റ് കൂടത്തുമില്ല. ഈ അരി ഞാൻ 1 കപ്പ് കഴിക്കാറുണ്ട്. അതോടൊപ്പം ഒരു ചെറിയ കപ്പ് തൈര് നിർബന്ധമായിട്ടും ഇതിൽ ചേർത്ത് കഴിക്കും. പലർക്കും ഈ കുത്തരി കഴിച്ചു തുടങ്ങുന്ന സമയത്ത് ആദ്യം ഒരു ചവറ് ഫീലിംഗ് ഉള്ളതുകൊണ്ട് കഴിക്കാൻ പറ്റത്തില്ല. പക്ഷെ തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഇത് വളരെ രുചികരമായിട്ട് കഴിക്കാം. ചോറിനോടൊപ്പം മത്സ്യങ്ങൾ ഞാൻ ധാരാളം കഴിക്കാറുണ്ട്. ചെറിയ മത്സ്യങ്ങളാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. വിലയേറിയ വലിയ മത്സ്യങ്ങൾ ഞാൻ വളരെ കുറച്ച് മാത്രമേ കഴിക്കാറുള്ളൂ. അങ്ങനെയുള്ള മത്സ്യങ്ങൾ ഞാൻ 1-2 പീസ് ഉപയോഗിക്കുള്ളൂ. ചെറിയ മത്സ്യങ്ങൾ നമ്മൾ കൊഴുവ എന്ന് പറയത്തില്ല, കൊഴുവ, ചാളയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. ചാള അഥവാ മത്തി എന്ന് പറയുന്നത്. മത്തിയാണെങ്കിൽ 4-5-6 പീസ് കറി വെച്ചത് ഞാൻ കഴിക്കാറുണ്ട്. അതോടൊപ്പം ഒരു സാലഡ്, ചിലപ്പോൾ ഈ മോരിനോടൊപ്പം ചിലപ്പോൾ സാലഡ് ഉണ്ടാവും. അതല്ലെങ്കിൽ കറി വെച്ച ഒരു ഇലക്കറിയും ഒരു തോരനും എന്തായാലും ഉണ്ടാവും. സാധാരണ ഇലക്കറി എന്ന് പറയുമ്പോൾ ചീരയോ മുരിങ്ങയിലയോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എന്തെങ്കിലും ഇലവർഗ്ഗം ഉപയോഗിക്കാറുണ്ട്. അതോടൊപ്പം ബീൻസിൻ്റെ ഒരു കറി ഉണ്ടാവും. ചിലപ്പോൾ കോവയ്ക്കായിരിക്കാം, അതല്ലെങ്കിൽ പാവയ്ക്കായിരിക്കാം. പാവയ്ക്ക കയ്പാണെങ്കിലും എനിക്ക് ഇഷ്ടമാണ്. കൂടാതെ ഉച്ചയ്ക്ക് ആഴ്ചയിൽ 4 ദിവസമെങ്കിലും ഞാൻ ക്യാപ്സിക്കം അരവേവാക്കി കഴിക്കാറുണ്ട്. ക്യാപ്സിക്കത്തിൻ്റെ ഗുണം ഇതിനകത്ത് ഉയർന്ന അളവിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് വേണ്ട വൈറ്റമിൻസിൻ്റെയും ഒരു കോമ്പിനേഷൻ. അതോടൊപ്പം ബീൻസും അത്യാവശ്യം വെണ്ടയ്ക്കയും എല്ലാം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ട വസ്തുക്കൾ അത്യാവശ്യം ഉച്ചയ്ക്ക് ലഭിക്കുകയും ചെയ്യും. നല്ലൊരു പ്രോബയോട്ടിക് ആയിട്ട് തൈര് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഉച്ചയ്ക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള വലിയ അസിഡിറ്റി പ്രശ്നങ്ങളോ ഉണ്ടാകത്തില്ല. ഇതിനുശേഷം 3 മണി തൊട്ട് വീണ്ടും 6-6:30 വരെ എനിക്ക് ക്ലിനിക് ടൈമാണ്. ക്ലിനിക് ടൈമിൽ ഞാൻ പ്രത്യേകിച്ച് ഫുഡോ വൈകുന്നേരത്തെ ചായയോ ഒന്നും കഴിക്കാറില്ല. ഈ ഒരു സമയത്ത് ഏകദേശം 1 ലിറ്റർ വെള്ളം ഞാൻ കുടിച്ചു തീർക്കാറുണ്ട്. വൈകുന്നേരം ക്ലിനിക്ക് കഴിഞ്ഞതിന് ശേഷം വിശപ്പുണ്ടെങ്കിൽ ഒരു 5-6 ബദാം കഴിക്കും. അതല്ലെങ്കിൽ 2 പീസ് ആപ്പിൾ കഴിക്കും. അതിനുശേഷം പിന്നെ വ്യായാമമാണ്. വ്യായാമത്തിന് ഒരു ദിവസം ഞാൻ മിനിമം 1 മണിക്കൂർ മുതൽ 1.25 മണിക്കൂർ വരെ മാറ്റി വയ്ക്കാറുണ്ട്. വ്യായാമം ചെയ്യുന്നത് കാർഡിയോ വർക്കൗട്ടുകൾ, അതായത് നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പ് കത്തിച്ച് കളയുന്ന, ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റ്സിനെ കറക്റ്റായിട്ട് മെറ്റബോളൈസ് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത്. വ്യായാമങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്രോട്ടീൻ പൗഡറോ മറ്റു വസ്തുക്കളോ ഞാൻ ഉപയോഗിക്കാറില്ല. വ്യായാമത്തിന് തൊട്ട് മുൻപ് വെള്ളം കുടിച്ചിട്ട് മാത്രമാണ് സാധാരണഗതിയിൽ ഞാൻ വ്യായാമം കണ്ടിന്യൂ ചെയ്യുന്നത്. വ്യായാമത്തിന് ശേഷം ഏകദേശം 7:45-8 മണിക്കാണ് രാത്രിത്തെ ഫുഡ് ഞാൻ കഴിക്കുന്നത്. രാത്രി ഞാൻ കഴിക്കുന്നത് സാധാരണ 2 മുട്ടയുടെ വെള്ള കഴിക്കാറുണ്ട്. കൂടാതെ ഉച്ചയ്ക്കുള്ള മത്സ്യം കറി വെച്ചതുണ്ടെങ്കിൽ അത് 2-3 പീസ് കഴിക്കും. അതോടൊപ്പം വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും പഴവർഗ്ഗങ്ങൾ, അത് ഞാൻ ഏത്തപ്പഴം രാത്രി കഴിക്കാറില്ല. പകരം ആപ്പിള്, പേരയ്ക്ക വല്ലതും 1-2 വിശപ്പ് കാര്യമായിട്ടുണ്ടെങ്കിൽ 1 ആപ്പിളും 1 പേരയ്ക്കയും കൂടെ കഴിക്കും. ഇല്ലെങ്കിൽ 1 ആപ്പിൾ മാത്രം ഇതോടൊപ്പം കഴിക്കും. രാത്രിത്തെ ഫുഡ് അവസാനിപ്പിക്കും. ചിലപ്പോൾ ഇതോടൊപ്പം വീട്ടിലെ കപ്പലണ്ടി ഉണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് കപ്പലണ്ടി മുട്ടായി കഴിക്കുന്ന ഒരു ശീലമുണ്ട്. ഇതല്ലാതെ കാര്യമായിട്ടുള്ള മധുര പലഹാരങ്ങൾ ഞാൻ ഉപയോഗിക്കാറില്ല. രാത്രി ഞാൻ ഒരു 8 മണി മുതൽ രാത്രി ഉറങ്ങുന്ന സമയത്തിനിടയ്ക്ക് ഒരു 1/2 മുതൽ 3/4 ലിറ്റർ വെള്ളം വരെ ഞാൻ കുടിക്കാറുണ്ട്. അതായത് ഒരു ദിവസം ഞാൻ ഏകദേശം 3 ലിറ്ററിനടുത്ത് വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് ഞാൻ ഉറപ്പ് വരുത്താറുണ്ട്.
ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ സാധാരണയായിട്ടുള്ള ഭക്ഷണക്രമം. ഞായറാഴ്ചകളിൽ ഞാൻ സാധാരണ വ്യായാമത്തിന് പോകാറില്ല. അതുകൊണ്ട് രാത്രിത്തെ ഭക്ഷണത്തിൽ ഈ 2 മുട്ടയുടെ വെള്ള രാത്രി ഒരു 8 മണിക്ക് കഴിക്കുന്ന രീതി ഒഴിവാക്കിയിട്ട് രാത്രി വ്യായാമമില്ലാത്ത ദിവസങ്ങളിൽ ഫ്രൂട്ട്സ് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. ഈ ഭക്ഷണങ്ങളല്ലാതെ മറ്റൊന്നും കഴിക്കാറില്ലേ എന്ന് ചോദിച്ചാൽ കഴിക്കാറുണ്ട്. അത്യാവശ്യം പുറത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റു സുഹൃത്തുക്കളുടെ വീട്ടിൽ പോകുമ്പോഴോ വട കിട്ടിക്കഴിഞ്ഞാൽ ഒരെണ്ണം ഉഴുന്നുവടയോ ഇല്ലെങ്കിൽ പഴംപൊരിയോ എല്ലാം ഇടയ്ക്ക് ഒരെണ്ണം കഴിക്കാറുണ്ട്. ആഴ്ചയിൽ ഒരാഴ്ചയോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ പൊറോട്ടയും അതോടൊപ്പം അത്യാവശ്യം ചിക്കനും ബീഫ് ഞാൻ കഴിയുന്നത്ര ഒഴിവാക്കാറുണ്ട്. ചിക്കൻ ഫ്രൈയോ ചിക്കൻ കറിയോ കടയിൽ നിന്നും മേടിക്കുന്നത് കഴിക്കാറുണ്ട്. പലപ്പോഴും മുൻപൊക്കെ ഫാമിലിയുടെ കൂടെ മുമ്പ് ആഴ്ച ഒരിക്കൽ പുറത്ത് പോകുമ്പോൾ ഇത്തരത്തിലൊരു ഡയറ്റ് എടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരാഴ്ച എന്നുള്ളത് 2 ആഴ്ച കൂടുമ്പോൾ പൊറോട്ട, അത് 1 or 2 പൊറോട്ട, എനിക്ക് പൊറോട്ട വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ആഗ്രഹത്തിന് വേണ്ടിയിട്ട് 2 പൊറോട്ട, നല്ല വിശപ്പുണ്ടെങ്കിൽ മാത്രം 3 പൊറോട്ട കഴിക്കും. പൊറോട്ട കഴിക്കുമ്പോൾ അതോടൊപ്പം നിർബന്ധമായിട്ട് ഞാൻ സാലഡ് കഴിക്കാറുണ്ട്. സാലഡ് ഒന്നുകിൽ ഹോട്ടലിൽ നിന്നും വാങ്ങും. ഇപ്പോഴൊക്കെ ഹോട്ടലിൽ നമ്മൾ സാലഡ് പറയുമ്പോൾ ഉള്ളിയുടെ അളവ് അല്പം കുറവായിരിക്കും. അവർ ക്യാരറ്റും അതോടൊപ്പം സാലഡ് വെള്ളരിക്കയൊക്കെയാണ് കൂടുതൽ തരുന്നത്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഫുഡ് പാഴ്സൽ വാങ്ങുകയാണെങ്കിൽ വീട്ടിൽ 1 or 1.5 വലിയ ഉള്ളി അരിഞ്ഞിട്ട്, സവാള അരിഞ്ഞിട്ട് അത് നിർബന്ധമായിട്ടും പൊറോട്ടയോടൊപ്പം കഴിക്കാറുണ്ട്. കാരണം പൊറോട്ടയിൽ ഫൈബേഴ്സ് ഇല്ല എന്നുള്ളത് കൊണ്ട്. സാധാരണ 2 ആഴ്ച കൂടുമ്പോൾ ഇത്തരത്തിൽ ഒരു നേരം പുറത്തു നിന്ന് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുന്ന ഒരു ശീലമുണ്ട്. ബിരിയാണി ഞാൻ വലിയ ഇഷ്ടമല്ല, കാരണം മസാല ചേർത്ത ബിരിയാണിയാണ് തിരുവനന്തപുരത്ത് കൂടുതലും കിട്ടുന്നത്. ഞാൻ അധികം കഴിക്കാറില്ല. മസാല ഇല്ലാത്ത ബിരിയാണി ആണെങ്കിൽ ഒരു കപ്പ്, നമുക്ക് ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കപ്പ് ചിലപ്പോൾ കഴിക്കുന്ന രീതിയുണ്ട്. ഒരു നേരം ബിരിയാണി നിങ്ങൾക്കറിയാം ഉയർന്ന കാലറിയാണ്. കഴിക്കുകയാണെങ്കിൽ ആ ദിവസം അതിൻ്റെ അടുത്ത നേരത്തെ ഫുഡ് പരമാവധി കുറച്ച് ഒരു ഡയറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിന് ഞാൻ ശ്രമിക്കാറുമുണ്ട്. ഈ ഒരു രീതിയിലാണ് എൻ്റെ ഒരു ദിവസത്തെ ഭക്ഷണക്രമം പോകുന്നത്. എൻ്റെ ഈ ഒരു ഭക്ഷണ രീതി കേൾക്കുമ്പോൾ പലർക്കും തോന്നുന്നുണ്ടാവാം, ഇങ്ങനെയെല്ലാം ഭക്ഷണം കഴിച്ച് ജീവിച്ചിട്ട് പ്രയോജനം എന്താണ്, ആഗ്രഹമെല്ലാം നിറവേറ്റേണ്ടതെന്ന്. മനസ്സിലാക്കുക, നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ല ജീവിക്കുന്നത്, ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഭക്ഷണത്തോട് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആഗ്രഹമുള്ള ഭക്ഷണങ്ങൾ ഒരു ചെറിയ അളവിൽ കഴിക്കാം. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്നും ജീവിതകാലം വരയ്ക്കും ആഗ്രഹമുള്ള ഭക്ഷണങ്ങൾ ഇടയ്ക്ക് കഴിക്കുന്നത് കൊണ്ട് വലിയ പ്രോബ്ലംസ് ഇല്ല. ഞാൻ ഇടയ്ക്ക് ബീഫോ ഇല്ലെങ്കിൽ പോർക്കോ ഇല്ലെങ്കിൽ താറാവോ മറ്റിഷ്ടമുള്ള ഭക്ഷണങ്ങൾ, കരിമീൻ ഫ്രൈ ഒക്കെ ഇടയ്ക്ക് വല്ലപ്പോഴും ഹോട്ടലുകളിൽ പോകുമ്പോഴോ യാത്ര പോകുമ്പോഴോ കഴിക്കാറുണ്ട്. അത് വളരെ ചെറിയ അളവ് ആ ഒരു സമയത്ത് മാത്രം കഴിക്കും. അതിനുശേഷം എൻ്റെ ഡയറ്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ മുന്നോട്ട് പോകും. എവിടെയാണെങ്കിലും ഒരു ദിവസം 3 ലിറ്റർ വെള്ളം നിർബന്ധമായിട്ടും കുടിക്കുന്നുണ്ട് എന്ന് ഞാൻ ഉറപ്പുവരുത്താറുണ്ട്. ഈ ഒരു രീതിയിലുള്ള ഭക്ഷണക്രമവും വ്യായാമവും കൊണ്ട് ഞാൻ ക്രമമായിട്ട് എൻ്റെ ശരീരഭാരം വീണ്ടും 67ലേക്ക് എത്തിച്ചു. 65ലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് എനിക്കൊരു പ്രോബ്ലമില്ല. ഒരു 2 ദിവസം രാത്രി ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ എൻ്റെ ആ ശരീരഭാരം 65ലേക്ക് എത്തും. ഞാൻ അതിന് ശ്രമിക്കാതെ ഗ്രാജ്വലി വ്യായാമത്തിലൂടെ ഇനി ബാക്കിയുള്ള ഒരു 2 കിലോ നിയന്ത്രിക്കാനുള്ള ശ്രമത്തിലാണ്. എൻ്റെ ഒരു ഭക്ഷണ രീതിയിലേക്ക് നിങ്ങളും വരൂ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 or 3 ദിവസം നിങ്ങൾ ഈ ഒരു ഭക്ഷണ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്കിൽ നിങ്ങൾക്ക് ഈ ഭക്ഷണം കഴിച്ചാലുണ്ടാകുന്ന ആസിഡിറ്റിയോ ഇല്ലെങ്കിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ക്ഷീണമോ എല്ലാം മാറിയിട്ട് നിങ്ങൾക്ക് വളരെ തിരക്കേറിയ ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറാൻ സാധിക്കും. ഇത് എൻ്റെ അനുഭവമാണ്. ഈ ഇൻഫർമേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക. നിങ്ങൾ ആവശ്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക. ഒരുപാട് പേര് എന്നോട് ചോദിച്ച ചോദ്യത്തിൻ്റെ സംശയമാണ് ഞാനിവിടെ വിശദീകരിച്ചത്. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.